ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കലണ്ടറിന്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത്. ദ കലണ്ടർ ഫോർ ദ ഇയർ 2025 ഈസ് സെയിം ഫോർ ദ ഡാഷ് ഇയർ. അതായത് കലണ്ടറിന്റെ ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്കൊരു ഇയറിൽ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കണം. ഓഡ് ഡേയ്സ് നമ്മൾ ആഡ് ചെയ്തിട്ട് അത് 7 വരെ ആകുമ്പം 7ന് ശേഷം പിന്നീട് ആ കലണ്ടർ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ എത്ര ഓഡ് ഡേയ്സ് വരുന്നുണ്ടെന്ന് ആഡ് ചെയ്യാം. അത് 7ന് ശേഷം ആകുമ്പോൾ അടുത്ത ഇയർ സെയിം കലണ്ടർ ആയിരിക്കും വരിക. ഓക്കെ, നമുക്ക് നോക്കാം. സോ നമ്മളൊരു നോർമൽ ഇയർ നമുക്കറിയാം 4 കൊണ്ട് ഡിവിസിബിൾ അല്ലാത്ത ഇയേഴ്സിനെ നമ്മൾ നോർമൽ ഇയേഴ്സ് എന്ന് പറയും. അതുപോലെ 4 കൊണ്ട് ഡിവിസിബിൾ ആവുന്ന നമ്പേഴ്സിനെ നമ്മൾ ലീപ്പ് ഇയേഴ്സ് എന്ന് പറയും. സോ ഇവിടെ നമുക്ക് 2025 തന്നിട്ടുള്ളത്. നമുക്ക് ഇയർ അത് എന്ത് ടൈപ്പ് ഓഫ് ഇയർ ആണെന്ന് നോക്കാം. അതുപോലെ തന്നെ എത്ര ഓഡ് ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇയറിൽ നമ്മൾ 2025 തന്നെ എഴുതാം. സോ ഇത് 4 കൊണ്ട് ഡിവിസിബിൾ അല്ല. സോ ഇതെന്താണ്, നോർമൽ ഇയർ ആണ്. സോ നോർമൽ ഇയർ ആകുമ്പോൾ തന്നെ ഓഡ് ഡേയ്സ് 1 ആണ് വരിക. ഇനി നെക്സ്റ്റ് ഇയർ 2025 കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് എന്താ വരിക, 2026. ഓക്കെ, ഇത് നോർമൽ ഇയർ ആണ്. നോർമൽ ഇയറിൽ അഗെയിൻ ഓഡ് ഡേയ്സ് 1 ആണ് വരിക. നെക്സ്റ്റ് 2027 അഗെയിൻ നോർമൽ ഇയർ ആണ്. ഓഡ് ഡേയ്സ് 1 ആണ് വരിക. നെക്സ്റ്റ് 2028 ഇത് നോർമൽ ഇയർ അല്ല, ലീപ്പ് ഇയർ ആണ് വരുന്നത്. നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ലീപ്പ് ഇയറിൽ നമുക്ക് ഓഡ് ഡേയ്സ് വരുന്നത് 2 ആണ്. നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് 2029 നോർമൽ ഇയർ ആണ്. നമുക്ക് ഓഡ് ഡേയ്സ് വരുന്നത് 1 ആണ്. സോ ഇപ്പോൾ 1 2 3 4 5 6 ആയിട്ടുള്ളൂ. സോ ഇനി നെക്സ്റ്റ് 2030 എഴുതാം. അഗെയിൻ നോർമൽ ഇയർ ആണ്. നമുക്ക് ഓഡ് ഡേയ്സ് 1 ആണ് വരുന്നത്. നമുക്ക് 7 ആയി. 1 2 3 4 5 6 7 ഡേയ്സ് ഓഡ് ഡേയ്സ് വന്നിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇയറിലാണ് എന്ത്, കലണ്ടർ റിപ്പീറ്റ് ചെയ്യുക. സോ 2031 നമുക്ക് അഗെയിൻ നോർമൽ ഇയർ ആണ്. ഓഡ് ഡേയ്സ് 1 ആയിരിക്കും. അപ്പം ഈ 7 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇയർ, അതായത് 2031 ആണ് നമ്മുടെ ആൻസർ വരിക. 2031 കലണ്ടർ സെയിം ആസ് 2025 ആയിരിക്കും. ഓക്കെ,